Good afternoon all of you. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ 3 സ്കീമ ആർക്കിടെക്ചർ അതുപോലെ തന്നെ ഡാറ്റ ഇൻഡിപെൻഡൻസ് ഇവ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നൗ വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ഡാറ്റ മോഡൽസ്. വാട്ട് യു മീൻ ബൈ ഡാറ്റ മോഡൽ? ഡാറ്റ മോഡൽ ഡിഫൈൻസ് ഹൗ ദ ലോജിക്കൽ സ്ട്രക്ചർ ഓഫ് എ ഡാറ്റാബേസ് ഈസ് മോഡൽഡ്. എന്ന് പറഞ്ഞാൽ എന്താ, നമ്മുടെ ഡാറ്റാബേസിൽ ഡാറ്റയൊക്കെ എങ്ങനെ അല്ലെങ്കിൽ എങ്ങനെ അതൊക്കെ അതിൻ്റെ ലോജിക്കൽ സ്ട്രക്ചർ അല്ലെങ്കിൽ ഇൻറ്റേർണൽ സ്ട്രക്ചറൊക്കെ എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഡാറ്റ മോഡൽസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൻ്റെ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറാണ് നമുക്ക് ഡാറ്റ മോഡലിലൂടെ കാണിച്ചു തരുന്നത്. ക്ലിയർ ആണോ? ദെൻ ഡാറ്റ മോഡൽസ് ഡിഫൈൻ ഹൗ ഡാറ്റ ഈസ് കണക്റ്റഡ് ടു ഈച്ച് അതർ ആൻഡ് ഹൗ ദേ ആർ പ്രോസസ്ഡ് ആൻഡ് സ്റ്റോർഡ് ഇൻസൈഡ് ദ സിസ്റ്റം. എന്ന് പറഞ്ഞാൽ നമ്മൾ ഡാറ്റ മോഡൽസ് അല്ലെങ്കിൽ നമ്മുടെ ഡാറ്റാബേസിൽ ഒരുപാട് ഡാറ്റ ഉണ്ടായിരിക്കും. ആ ഡാറ്റ മറ്റു ഡാറ്റയായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, ടു ഈച്ച് അതർ മറ്റു ഡാറ്റയായിട്ട് എങ്ങനെയൊക്കെ കണക്ട് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ ഹൗ ദേ ആർ പ്രോസസ്ഡ് എങ്ങനെയൊക്കെയാണ് അവ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത്, ആൻഡ് സ്റ്റോർഡ് ഇൻ ദ സിസ്റ്റം അതായത് നമ്മുടെ സിസ്റ്റത്തിൽ എങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നു എന്നൊക്കെ നമ്മൾ ഡാറ്റ മോഡൽസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, അല്ലെങ്കിൽ ഡാറ്റ മോഡൽസ് അതൊക്കെ ഡിഫൈൻ ചെയ്യും. ഓക്കെ, എന്തൊക്കെയായിരുന്നു? ഒരു ഡാറ്റ മറ്റു ഡാറ്റയായിട്ട് എങ്ങനെ കണക്ട് ചെയ്തിരിക്കുന്നു, അതുപോലെ തന്നെ പ്രോസസ്സ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണ്, ആ ഡാറ്റാസ് എങ്ങനെ പ്രോസസ്സ് ചെയ്യുന്നത്, അതുപോലെ തന്നെ എങ്ങനെയൊക്കെയാണ് സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഡാറ്റ മോഡൽസിൽ ഡിഫൈൻ ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? ദെൻ കാറ്റഗറീസ് ഓഫ് ഡാറ്റ മോഡൽസ്. ഡാറ്റ മോഡൽസിൻ്റെ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ, ഹൈ ലെവൽ ഓർ കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ. ഹൈ ലെവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ എന്ന് പറഞ്ഞാൽ this provides concepts that are close to the way many users perceive data. അതായത് നമ്മൾ യൂസേഴ്സിന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ഡാറ്റയൊക്കെ ആയിരിക്കും, അല്ലെങ്കിൽ നമുക്കത് നോക്കിയാൽ ഹൈ ലെവൽ ഡാറ്റ മോഡൽ നോക്കിയാൽ നമുക്ക് യൂസറിന് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിയിലുള്ള ഡാറ്റയും ഒക്കെ ആയിരിക്കും അതിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ ആ ഒരു കൺസെപ്റ്റ് കാര്യങ്ങളൊക്കെ ആയിരിക്കും ആ ഡാറ്റ മോഡലിൽ കൊടുത്തിട്ടുണ്ടായിരിക്കുക. നെക്സ്റ്റ് വൺ, ലോ ലെവൽ ഓർ ഫിസിക്കൽ ഡാറ്റ മോഡൽ. ഇതിലെന്താ പറയുന്നത്? ദിസ് പ്രൊവൈഡ് കൺസെപ്റ്റ്സ് ദാറ്റ് പ്രിസ്ക്രൈബ് ദ ഡീറ്റെയിൽസ് ഓഫ് ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദ കമ്പ്യൂട്ടർ സ്റ്റോറേജ് മീഡിയ. അതായത് നമ്മുടെ കമ്പ്യൂട്ടറിൽ അല്ലെങ്കിൽ കമ്പ്യൂട്ടർ സ്റ്റോറേജിൽ എങ്ങനെയാണ് ആ ഡാറ്റയൊക്കെ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസാണ് എന്ത് ഡിസ്ക്രൈബ് ചെയ്യുന്നത്? ഈ ലോ ലെവൽ അല്ലെങ്കിൽ ഫിസിക്കൽ ഡാറ്റ മോഡൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ഓക്കെ, ഹൗ ഡാറ്റ ഈസ് സ്റ്റോർഡ് ഓൺ ദി കമ്പ്യൂട്ടർ സ്റ്റോറേജ്. നമ്മൾ കമ്പ്യൂട്ടറിൽ എങ്ങനെയൊക്കെയാണ് ഡാറ്റ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്ന ഡീറ്റെയിൽസാണ് ഫിസിക്കൽ ഡാറ്റ മോഡലിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ദെൻ കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ. കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ എന്താ? ഇറ്റ് യൂസ് കൺസെപ്റ്റ് സച്ച് ആസ് എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഈ ടേംസ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. സോ ഇവിടെയാണത് നമ്മൾ പറയാൻ പോകുന്നത്. എന്തൊക്കെയായിരുന്നു? എൻറ്റിറ്റീസ്. കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽസിൽ എന്തൊക്കെയാണ് വരുന്നത്? എൻറ്റിറ്റീസ്, ആട്രിബ്യൂട്ട്സ് ആൻഡ് റിലേഷൻഷിപ്സ്. ഇനി എൻറ്റിറ്റി, ആട്രിബ്യൂട്ട്, റിലേഷൻഷിപ്പ് എന്താണെന്ന് നോക്കാം. വാട്ട് യു മീൻ ബൈ ആൻ എൻറ്റിറ്റി? ഇറ്റ് റെപ്രസെൻറ്റ്സ് എ റിയൽ വേൾഡ് ഒബ്ജക്റ്റ് ഓർ കൺസെപ്റ്റ്. നമ്മളുടെ റിയൽ വേൾഡിലുള്ള എന്തൊരു ഒബ്ജക്റ്റിനെയോ അല്ലെങ്കിൽ എന്തെങ്കിലും കൺസെപ്റ്റിനെയോ നമുക്ക് എൻറ്റിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യാം. സച്ച് ആസ് എംപ്ലോയി ഓർ എ പ്രോജക്റ്റ് ഫ്രം ദി മിനി വേൾഡ്. അതായത് ഇപ്പോൾ നമ്മൾ ഒരു എന്താ പറയുക, ഒരു വർക്കിംഗ് ഏരിയ അല്ലെങ്കിൽ ഒരു ഒരു ബിസിനസ് ഏരിയ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരുപാട് എംപ്ലോയീസ് ഉണ്ടായിരിക്കും അല്ലേ? ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ കോളേജിൽ ആരൊക്കെ ഉണ്ടായിരിക്കും? സ്റ്റുഡൻ്റ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, പിന്നെന്താ ഒരുപാട് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഉണ്ടായിരിക്കും, വൈസ് പ്രിൻസിപ്പൽ ഉണ്ടായിരിക്കും, HODs ഉണ്ടായിരിക്കും, ടീച്ചിങ് ആൻഡ് നോൺ ടീച്ചിങ് സ്റ്റാഫ്സ് ഉണ്ടായിരിക്കും. ഇവരെല്ലാം എന്താണ്? ഓരോ എൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പോൾ എംപ്ലോയി ആണെന്നുണ്ടെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന എംപ്ലോയീസിൻ്റെ ഓരോ എംപ്ലോയീസും ഓരോ എൻറ്റിറ്റി ആയിട്ടാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് നമ്മുടെ ചുറ്റുമുള്ള എന്തോ ഒരു എൻറ്റിറ്റി ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, അതിപ്പോൾ ഏതാണോ നമ്മൾ ഏതൊരു ഏരിയ ആണോ എടുക്കുന്നത് ആ ഏരിയയ്ക്ക് അനുസരിച്ച് എൻറ്റിറ്റി മാറുന്നു മാത്രം. ഓക്കെ, ദെൻ an attribute represents some property of interest that further describes an entity such as employee's name or salary. എന്ന് പറഞ്ഞാൽ എന്താ? ആട്രിബ്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
എൻറ്റിറ്റിയുടെ പ്രോപ്പർട്ടീസ് അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, ആട്രിബ്യൂട്ട്. എൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു വ്യക്തിയാവാം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ് ആവാം എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ അതിൻ്റെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് ആണ് എന്ത്, ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നത് അതിൽ സച്ച് ആസ് എംപ്ലോയീസ് നെയിം ഓർ സാലറി. ഇപ്പോൾ ഒരു എംപ്ലോയീൻ്റെ പേര് സപ്പോസ് ഒരു നെയിം വിചാരിക്കുക. ഒരു എംപ്ലോയീൻ്റെ നെയിം, അതുപോലെ തന്നെ അവരുടെ സാലറി, അവരുടെ അഡ്രസ്സ്, അവരുടെ ഫോൺ നമ്പർ, ഇതൊക്കെ ആ എംപ്ലോയീനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് അല്ലേ. അവരുടെ ക്യാരക്ടറിസ്റ്റിക്സ് അല്ലെങ്കിൽ അവരുടെ കുറച്ച് പ്രോപ്പർട്ടീസ് ആണെന്ന് പറയാം അല്ലേ. അപ്പോൾ എംപ്ലോയീൻ്റെ കുറച്ച് പ്രോപ്പർട്ടീസിനെയോ അല്ലെങ്കിൽ ക്യാരക്ടറിസ്റ്റിക്സിനെയോ നമുക്ക് ആട്രിബ്യൂട്ടായിട്ട് പറയാം. ക്ലിയർ ആണോ? ദെൻ a relationship among two or more entities represents an association among the entities. For example, a works on relationship between an employee and a project. അതായത് റിലേഷൻഷിപ്പ് നമുക്ക് ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അതായത് എൻറ്റിറ്റികൾ എങ്ങനെ റിലേറ്റ് ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഒരു കോളേജ് എടുക്കുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ ഒരുപാട് എൻറ്റിറ്റീസ് ഉണ്ട്, സ്റ്റുഡൻസ്, പ്രിൻസിപ്പൾ, HODs, ഇതൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു. ഈ എൻറ്റിറ്റികളൊക്കെ തമ്മിലുള്ള റിലേഷനെയാണ് അല്ലെങ്കിൽ അവർ തമ്മിലുള്ളൊരു ബന്ധത്തെയാണ് എന്ത് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ഇപ്പോൾ ടീച്ചറും അതുപോലെ തന്നെ സ്റ്റുഡൻറ്റും തമ്മിൽ എന്ത് റിലേഷൻ ഉണ്ടായിരിക്കുക, അവർ പഠിപ്പിക്കുക, ടീച്ചർ ടീച്ച് ചെയ്യാണ് ആരെ, സ്റ്റുഡൻസിന്. അപ്പോൾ അവിടെ ടീച്ചിങ് എന്നുള്ളൊരു റിലേഷൻഷിപ്പാണ് അവിടെ വരുന്നത് അല്ലേ. അതാണ് ഈ റിലേഷൻഷിപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിലെന്താ എക്സാമ്പിൾ പറഞ്ഞിരിക്കുന്നത്, എ വർക്ക്സ് ഓൺ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ആൻ എംപ്ലോയി ആൻഡ് പ്രോജക്റ്റ്. ഇപ്പോൾ ഒരു പ്രോജക്റ്റിൽ ഒരു എംപ്ലോയി വർക്ക് ചെയ്യുന്നു എന്നുള്ളതാണ് അവിടുത്തെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ ആണോ? ദെൻ ഇപ്പോൾ അതിന് വേറൊരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ, റിയൽ വേൾഡ് എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഇപ്പോൾ നമ്മുടെ ഫാദറും നമ്മളും തമ്മിലുള്ള അല്ലെങ്കിൽ നമ്മുടെ അച്ഛനും നമ്മൾ തമ്മിലുള്ള ആ ഒരു ഫാദർ എന്നുള്ള റിലേഷൻഷിപ്പ്, അത് മാത്രം സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ. ദെൻ ഫോർത്ത് വൺ വരുന്നത്, ഇപ്പോൾ 3 നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, കൺസെപ്ഷ്യൽ ഡാറ്റ മോഡൽ. ഫോർത്ത് വൺ, റെപ്രസെൻറ്റേഷൻ ഓർ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡൽ. ദിസ് ഈസ് ദ മോഡൽ യൂസ്ഡ് മോസ്റ്റ് ഫ്രീക്വൻ്റ്ലി ഇൻ ട്രഡീഷണൽ കൊമേഴ്ഷ്യൽ DBMS. അതായത് നമ്മൾ ആദ്യം യൂസ് ചെയ്ത് വരുന്നത് ഈ ഒരു മെത്തേഡ്സ് അല്ലെങ്കിൽ ഈ ഒരു മോഡലാണ്. ഇറ്റ് പ്രൊവൈഡ് കൺസെപ്റ്റ്സ് ദാറ്റ് മേ ബി ഈസിലി അണ്ടർസ്റ്റുഡ് ബൈ എൻഡ് യൂസേഴ്സ്. അതായത് എൻഡ് യൂസേഴ്സ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻഡ് യൂസേഴ്സ് ആരൊക്കെയാണ്, നേവ്, സോഫിസ്റ്റിക്കേറ്റഡ്, സ്റ്റാൻഡ് അലോൺ എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ ഇവർക്കൊക്കെ ഈസി ആയിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡാറ്റ മോഡലാണ് എന്ത്, റെപ്രസെൻറ്റേഷണൽ അല്ലെങ്കിൽ ഇംപ്ലിമെൻറ്റേഷൻ ഡാറ്റ മോഡൽ. അത് ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് 4 എണ്ണമായിട്ട്: ഹൈറാർക്കിക്കൽ മോഡൽ, നെറ്റ്വർക്ക് മോഡൽ, എൻറ്റിറ്റി റിലേഷൻഷിപ്പ് മോഡൽ ആൻഡ് റിലേഷണൽ മോഡൽ. ഓക്കെ, ഇത്രയും 4 എണ്ണമാണ് റെപ്രസെൻറ്റേഷണൽ മോഡലിനെ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ? സോ നമുക്ക് ഇത് ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.